ആ ഇനി നമുക്ക് ഒരു ചോദ്യം കാണാം അല്ലെ. നമ്മുടെ മുവാസാത്തു തിഫ്ല് എന്ന് പറയുന്ന വളരെ രസകരമായിട്ടുള്ള അല്ലെ അൽ ഇഹ്സാൻ എന്ന് പറയുന്ന യൂണിറ്റിലെ മുവാസാത്തു തിഫ്ല് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ അല്ലെ ഒരു കവിത അല്ലെ. ആ കവിതയിലെ ചില സംഭവങ്ങളെ ഒരു ഓർഡർ തെറ്റിച്ചിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ എല്ലാത്തിൻ്റെയും ആശയങ്ങൾ പറയാ, നിങ്ങൾ തന്നെ ആദ്യം സ്വയം ഓർഡർ ആക്കണം, അതിനുശേഷം ഞാൻ പറഞ്ഞു തരാം. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോൾ നമ്മുടെ ചോദ്യം മനസ്സിലാക്കണേ. നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു രീതിയാണ് റത്തിബിൽ അഹ്ദാസ ഹത്താ തസീറ ഹികായത്തൻ. ഈ സംഭവങ്ങളെയൊക്കെ നിങ്ങൾ ഓർഡർ ആക്കുക, ഏതുവരെ? എന്നിട്ട് അതൊരു കഥയാവുന്നത് വരെ. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ ഒന്നാമത്തെ നോക്ക്, ഹുനാക ഇംറാഅത്തുൻ ബായിസത്തുൻ വമഅഹാ സബഅതു ഔലാദിൻ. ല്ലേ, അവിടെ ഒരു പാവപ്പെട്ട ഒരു പെണ്ണുമുണ്ട്, അവരുടെ കൂടെ ഒരു 7 മക്കളുമുണ്ട് എന്നാണ് അല്ലേ. വഫി ത്വരീഖി റഅത്ത് ബൈതൻ ലഈഫ. വഴിയിൽ വെച്ച് ഒരു എന്ത് കണ്ടു? ഒരു വഫി ത്വരീഖി റഅത്ത് ബൈതൻ ലഈഫ, ഒരു വാഗ പൊട്ടി പണ്ടാരായ ഒരു എന്ത് കണ്ടിട്ടുണ്ട്? ഒരു വീട് കണ്ടു അല്ലേ. വഖഫത്ത് ലൈല ബൈതഹും കമലക്കിൻ തകഫല ബിത്തഅരിയ അല്ലേ, ബിത്തഅസിയ അല്ലേ. ഒരു മലക്ക് ആശ്വാസം നൽകുന്ന ഒരു മലക്കിനെ പോലെ അവരുടെ വീട്ടിൽ നിന്നും ആര്? ലൈല. ഓക്കെ. ലമ്മ ഹാന വഖ്തുൽ ഇശാ റജഅതു ഇലൽ മസ്കൻ. ഇശാഇ സമയമായപ്പോൾ വീട്ടിലേക്ക് ഞാൻ മടങ്ങി അല്ലേ. ദാത മസാഇൻ കാനത് ലൈല തംഷി ഫി മൈദാനിൻ ഖാൽ റജഅത് ലെ ഫി മൈദാനിൻ ഖാലിൻ. ല്ലേ, നമുക്ക് നോക്കാം എന്താണ് കഥയുടെ ഓർഡർ. നമ്മൾ പറഞ്ഞേ ദാത്ത മസായിൻ, ഒരു ദിവസം വൈകുന്നേരം, കാനത്ത് ലൈല തംഷി നടക്കുകയായിരുന്നു, ഫി മൈദാനിൻ ഖാലിൻ, ഒരു വിജനമായ ഗ്രൗണ്ടിലൂടെ അല്ലേ. അപ്പൊ ആദ്യം നമ്മൾ ഏതാണ്ടാവുക? ആദ്യമായിട്ട് ഏതാണ്ടാവുക? പറഞ്ഞേ, ഏതാണ്ടാവുക? പറഞ്ഞേ, ഏതാണ്ടാവുക? ഇത് അല്ലേ, ദാത്ത മസായിൻ അല്ലേ. ഒരു ദിവസം കാനത്ത് ലൈല തംഷി ഫി മൈദാനിൻ ഖാലിൻ, ഒരു വിജനമായ ഗ്രൗണ്ടിലൂടെ നമ്മുടെ ലൈല ഇങ്ങനെ നടന്നു പോവുകയായിരുന്നു അല്ലേ. അപ്പോഴോ രണ്ടാമത്തെ ഏതാണ്ടാവുക? ഇതാ ഉണ്ടാവും അല്ലെ. ലമ്മ ഹാന വഖ്തുൽ ഇശാ, ഇശാ സമയമായപ്പോൾ, റജഅത് ഇലൽ മസ്കൻ, അവൾ വീട്ടിലേക്ക് മടങ്ങി അല്ലെ. വീട്ടിലേക്ക് മടങ്ങുമ്പോഴോ എന്താ ഉണ്ടാവുക? വഫിത്വരീഖി, മൂന്നാമത്തേത് ഇതാ വരും അല്ലെ. വഫിത്വരീഖി റഅത്ത്, വഴിയിൽ വെച്ച് ലൈല എന്ത് കാണുന്നു? ബൈതൻ ലഈഫ, ഒരു പൊട്ടിയ വീട് കാണും അല്ലെ. എപ്പോഴോ ഹുനാക, അവിടെ ഉണ്ടാകും, ഇംറഅത്തുൻ ബായിസത്തുൻ വമഅഹാ സബഅതു ഔലാദ്, ഒരു പാവപ്പെട്ട പെണ്ണും 7 മക്കളും അവിടെയുണ്ട് അല്ലെ. പിന്നെയോ ഇത് അവസാനം ഇതാ വരും അല്ലെ. എന്താ? വഖഫത്ത് ലൈല ബൈനഹും കമലക്കിൻ തകഫല ബിത്തഅസിയ അല്ലെ, അവർക്ക് ആശ്വാസം നൽകുന്ന, സമാശ്വാസം നൽകുന്ന ഒരു മലക്കിനെ പോലെ അവർക്കിടയിൽ ആര് നിന്നു? നമ്മുടെ ലൈല നിന്നു അല്ലേ. ഓക്കെ. ഓക്കെ ആണല്ലോ ഓർഡർ. ഒന്നാമത്തേത് ഏതാ വരിക? ഇതാണ് ഒന്നാമത്തെ വരിക. 2 ഇത് അല്ലെ. 3 വഫിത്വരീഖി എന്ന് പറയുന്നത്. 4 ഹുനാക ഇംറാഅത്തുൻ. 5 വഖഫത്ത് ലൈല ബൈനഹും കമലക്കിൻ തകഫല ബിത്തഅസിയ. ഓക്കെ ആണല്ലോ. ഓക്കെ. ഇനി മറ്റൊരു നമ്മുടെ എക്സാമിന് ചോദിക്കുന്ന മറ്റൊരു രീതിയാണ്, കവിതയിൽ ഏതേലും ഒക്കെ ഒരു വരി കൊടുക്കും അല്ലെ, എന്നിട്ടോ അതിന്റെ ആശയം ഏതാണെന്ന് കണ്ടുപിടിക്കുക. കവിതയിൽ ഏതേലും ഒക്കെ ഒരു വരി കൊടുക്കും, അതിന്റെ ആശയം ഏതാണെന്ന് കണ്ടുപിടിക്കുക അല്ലെ. കവിതയിൽ ഏതേലും ഒക്കെ ഒരു വരി കൊടുക്കും, എന്നിട്ട് അതിന്റെ ഇതിൽ ഏത് 3 ആശയങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലെ. 3 ആശയങ്ങൾ ഇവിടെ കൊടുത്താണെന്നില്ലേ അല്ലെ. ഇതിൽ അതിനോടാണ് ഈ കവിതയുടെ വരി യോജിക്കുക എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അല്ലെ. നോക്കിയല്ലേ നമ്മുടെ കവിത നോക്കിയേ. സിർനാ ബിജാനിബി മൻസിലിൻ മുതതാമിനിൻ വഹിയൽ ബിനാ അല്ലെ, ഒരു ആകെ പൊളിഞ്ഞ തകർന്ന ഒരു വീടിന്റെ അടുത്തൂടെ ഞങ്ങൾ ഇങ്ങനെ നടന്നു എന്ന് പറയുന്ന ഒരു കവിത അല്ലെ. ഏതാണ്? നോക്കിയേ, ഏതാണ് ഇതിൽ വരിക? നോക്കിയേ. ഒന്നാമത്തിന്റെ അർത്ഥം എന്താ? ബൈത്തുനാ ലഈഫുൻ യകാദു യസ്കുദ, ഞങ്ങളുടെ വീട് പൊളിയാൻ അടുത്ത ഒരു ആകെ പൊട്ടിയ വീടാണ്. അടുത്തയോ മറർന ബിജാനിബി ബൈത്തിൻ ജമീലിൻ, ഒരു ഭംഗിയുള്ള വീടിന്റെ അടുത്തൂടെ ഞങ്ങൾ പോയി. മൂന്നാമത്തെയോ സിർന ബിജാനിബി ബൈത്തിൻ ലഈഫിൻ, ഒരു പൊട്ടിയ ബലഹീനമായ ഒരു വീടിന്റെ അടുത്തൂടെ ഞങ്ങൾ പോയി. അത് ഏതാ വരിക? ഇതല്ലേ വരിക? ഓക്കെ. ഏതാ വരിക? ഇതാണ് വരിക അല്ലെ. സിർന ബിജാനിബി ബൈത്തിൻ ലഈഫിൻ അല്ലെ, സിർന ബിജാനിബി മൻസിലിൻ മുതതാമിനിൻ വഹിയൽ ബിനാ അല്ലെ. ഓക്കെ.